Hi dear students, next question number 25. Fluids Bernoulli's principle base question. Reading of pressure meter attached to the closed pipe is 4.5 into 10 raised to 4. That is first water flow in the mumbu. Reading of pressure meter attached with a closed pipe is 4.5 into 10 raised to 4. So P1 is 4.5 into 10 raised to 4. On opening the valve, water start flowing and the reading of pressure is pressure out decrease ചെയ്തിട്ടുണ്ടാവും. That is 2 into 10 raised to 4 Newton per meter square. So pressure out change ചെയ്തു. The velocity of water is found to be root v meter per second. The value of v is. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാതെ ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ബെർണോളിസ് പ്രിൻസിപ്പിൾ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. അവിടെ ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഇല്ല. പിന്നെ അവിടെ പ്രഷർ പ്ലസ് വെലോസിറ്റി കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ഇസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. അതിൽ P2നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ. അവിടെ ഇനീഷ്യലി ക്ലോസ്ഡ് പൈപ്പ് ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം 0 ആണ്. അപ്പോൾ P1 മൈനസ് P2 എന്ന് പറയുമ്പോൾ 4.5 മൈനസ് 2 ഇൻറ്റു 10 റേസ് ടു 4 ഈസ് ഈക്വൽ ടു ഹാഫ് റോ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ്. ദാറ്റ് ഇസ് 10 റേസ് ടു 3 ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി റൂട്ട് വി. അപ്പോൾ ആ വിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ വി സ്ക്വയർ കണ്ടെത്തിയാൽ മതി. ദെൻ 4.5 മൈനസ് 2 ചെയ്താൽ നമുക്ക് 2.5 കിട്ടും. 2.5 ഇൻറ്റു 10 റേസ് ടു 4 ഈ 2 അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇൻറ്റു 2 വരും. 10 റേസ് ടു 3യും 10 റേസ് ടു 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2.5 ഇൻറ്റു 2 ഇൻറ്റു 10 റേസ് ടു 1 വരിക. അപ്പോൾ 25 ആവും. 10 റേസ് ടു 1 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 2.5 ഇസ് 25 ഇൻറ്റു 2 ഈസ് 50 ഈസ് ഈക്വൽ ടു v square. So you can write v is equal to root 50. ഓക്കെ, അപ്പോൾ വിയുടെ വാല്യൂ റൂട്ട് വി എന്നാണ് നമുക്ക് ആൻസർ വന്നത്. എന്നിട്ട് വാല്യൂ ഓഫ് വി ആ ചോദിച്ചത്. അപ്പോൾ വിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 50. ക്ലിയർ അല്ലേ?